സംബന്ധിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് കാട്ടാനാക്രമണങ്ങൾ തടയാൻ വനം വകുപ്പ് തീരുമാനിച്ച ഉന്നതതല യോഗം ഇന്ന്. യോഗത്തിൽ എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30 വനം വകുപ്പ് ആസ്ഥാനത്താണ് ഉന്നതതല യോഗം. വിവരങ്ങളുമായി ഇപ്പോൾ വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, കഴിഞ്ഞ ദിവസമാണ് ഒരേ ദിവസം തന്നെ 2 മരണങ്ങൾ, കാട്ടാനാക്രമണത്തിൽ 2 മരണങ്ങൾ ഉണ്ടായത്. തുടർന്ന് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു ഉന്നതതല യോഗം നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യത? ഹരിത, എന്തായാലും സംസ്ഥാനത്ത് ഈ കാട്ടാന ആക്രമണങ്ങളടക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വനം മന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് ആ യോഗമുള്ളത്. ഈ യോഗത്തിൽ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ വനം ആസ്ഥാനത്ത് വെച്ചാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ഇപ്പോൾ ഈ വനം മന്ത്രിയുടെ അല്ലെങ്കിൽ ഈ സർക്കാരിന് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ തദ്ദേശ പ്രവർത്തകർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ലാതെ ഈ നാട്ടുകാരടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു യോഗം നടത്തുക. എങ്ങനെ ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ തടയാം എന്നത് സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അതെല്ലാം തന്നെ ഈ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം ഈ കാട്ടാനാക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളടക്കം ഈ സഭയിൽ ഉന്നയിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു യോഗം ഈ വനം മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് പുറമെ തന്നെ മറ്റു ആളുകൾ, അതായത് ഈ സർവേ വിഭാഗ ഗവേഷണ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ചേരുന്നത്. പ്രധാനമായും ഈ പെട്രോളിംഗ് അടക്കം ശക്തമാക്കാൻ നിർദ്ദേശം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഈ ഒരേ ദിവസം 2-3 പേർ ഈ കാട്ടാന ആക്രമണത്തിൽ, വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട്ടിലാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാധ്യതകളടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വനം മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ചേരുന്നത്. പ്രധാനമായും ഈ വേനൽക്കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളടക്കം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയ ഒരു കാര്യം, വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഈ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളടക്കം നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഈ കാടുകളിലേക്ക് എത്തിക്കുക എന്നതടക്കം ഒരു പരിഗണനയിലുണ്ട് എന്നടക്കം വ്യക്തമാക്കിയിരുന്നു. ആ കാര്യങ്ങളടക്കം ഇന്ന് വീണ്ടും ചർച്ചയാകും. കാരണം വേനൽക്കാലമാകുമ്പോൾ ഭക്ഷണം തേടി വന്യമൃഗങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്കും ഈ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നതൊക്കെ ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഈ കാട്ടാന ആക്രമണങ്ങളെല്ലാം തന്നെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലടക്കം തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഈ വേലികളടക്കം തന്നെ കെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്കും വനം മന്ത്രി ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണങ്ങളും മറ്റും ചെറുക്കാം എന്നൊരു കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാകാൻ തന്നെയാണ് ഇന്ന് യോഗം പ്രധാനമായും വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ വന ഉദ്യോഗസ്ഥർ മാത്രമല്ല മറ്റു ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്ന് പ്രധാനമായും ചേരാൻ പോകുന്നത്. ഈ പ്രതിപക്ഷം ഈ സഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായൊരു യോഗം വിളിക്കാനും വനം മന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഇന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. എത്തരത്തിൽ ഈ ആക്രമണങ്ങൾ അടക്കം തടയും എന്ന കാര്യത്തിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തന്നെയാണ് ഇന്നൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഹരിത, അതേസമയം തന്നെ ഈ പ്രധാനമായും വയനാട്, ഇടുക്കി, തൃശൂർ ഈ 3 ജില്ലകളിലാണ് കൂടുതലായും ഇത്തരത്തിലുള്ള കാട്ടാനാക്രമണങ്ങളും മറ്റ് വന്യജീവി ആക്രമണവും ഒക്കെ കൂടുതലായി ഉണ്ടാകുന്നത്. ഈ ജില്ലകളെ കേന്ദ്രീകരിച്ചായിരിക്കുമ്പോൾ കൂടുതലും പ്രതിരോധ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത?
ഹരിത, പ്രധാനമായും ഈ വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണ പുലി ഈ ആക്രമിച്ച് ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം അടക്കം ഉണ്ടായപ്പോഴും ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാടുകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ കാടുകൾ ഭക്ഷണം എത്തിക്കുന്ന കാര്യവുമായി സംബന്ധിച്ച് അടക്കം വനം മന്ത്രി ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ വയനാട്, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്തരത്തിലായിരിക്കും ഈ വന്യജീവി ആക്രമണങ്ങളെ തടയേണ്ടത് എന്ന് സംബന്ധിച്ച ഒരു പ്ലാൻ തയ്യാറാക്കാൻ തന്നെയാണ് ഇന്ന് ഈ പ്രധാനമായും യോഗം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും ഒരു യോഗം ചേരുന്നതും. കൂടാതെ തന്നെ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ വേലികൾ കെട്ടുന്നതിന് വേണ്ടിയും അടക്കം ഒരു തീരുമാനമുണ്ടാകും. ഇനി പ്രധാനമായും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വനമേഖലയോട് താമസിക്കുന്ന ആളുകളാണ് പ്രധാനമായും ഈ കാട്ടാന ആക്രമണത്തിൽ മറ്റും കൊല്ലപ്പെടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനൊരു അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ചുകൊണ്ട് ഒരു തീരുമാനമുണ്ടാകും. ഒരു ഉന്നതതല യോഗത്തിൽ ഇതെല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടാനാക്രമണത്തിൽ നിരന്തരം ഓരോ ജീവനുകൾ പൊലിഞ്ഞു പോകുമ്പോഴും അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാരടക്കം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അത് വലിയൊരു തലവേദനയായി ഇപ്പോൾ സർക്കാരിന് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ പരിശോധിക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് ഇന്നൊരു ഉന്നതതല യോഗം എന്തായാലും ചേർന്നിരിക്കുന്നത്. ഈ വനം വകുപ്പിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം തന്നെ, ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം മുതൽ തന്നെ ഈ ഗവേഷണത്തിൽ നിൽക്കുന്ന ആളുകളെ അടക്കം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു യോഗത്തിന് തന്നെയാണ് ഇന്ന് അല്ലെങ്കിൽ വിപുലമായ ഒരു യോഗം തന്നെയായിരിക്കും ഇന്ന് നടക്കുക. ഇവർക്ക് പുറമെ തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുചേരും. ഈ പ്രധാനമായും ഈ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ സർവേയോട് അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളെ ഒക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ ഒരു യോഗം എന്തായാലും നടക്കുക. ഇത്തരത്തിൽ എങ്ങനെയെല്ലാം വന്യജീവി ആക്രമണങ്ങൾ തടയാം അല്ലെങ്കിൽ എത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളെ തടയാം, പ്രതിരോധിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. അത്തരത്തിൽ ആ കാര്യങ്ങളടക്കമായിരിക്കും എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. ഹരിത. ശരി വിനയ, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. തിരുവനന്തപുരം മംഗലാപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ പിടിയിലായത് അശ്വിൻ ദേവ്, അഭിറാം, ശ്രീജിത്ത്, അഭിരാജ് എന്നിവർ. തട്ടിക്കൊണ്ടുപോയത് പെൺസുഹൃത്തുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ. വിനയ, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഈ തട്ടിക്കൊണ്ടുപോയ പേർ ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരാണോ അതോ മറ്റുള്ളവരാരെങ്കിലും ആണോ? എങ്ങനെയാണ്